ഇപ്പോഴും യൂട്യൂബിലൊക്കെ കിടക്കുന്നുണ്ടാവും. ഈ സഖാക്കൾ എന്നെ ആക്രമിച്ചു. സഖാക്കളോ? ആ, അപ്പം എന്ന് പറഞ്ഞാൽ സഖാക്കളുടെ ആക്രമണത്തിന് വിധേയനായിട്ടുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് പെട്ടെന്ന് ആ ആക്രമണമൊക്കെ ഓർമ്മ വന്നു. ഞാൻ മറ്റേ OB ബാനില്ലേ, ഏഷ്യനെറ്റിന്റെ, ഷാജഹാനില്ലേ, ഏഷ്യനെറ്റിന്റെ ലേഖകൻ, ഷാജഹാൻ എന്നോട് CPM-ല് അന്ന് ഈ വിഭാഗീയത ഉണ്ടല്ലോ, അച്യുതാനന്ദൻ ഗ്രൂപ്പും മറ്റേ പിണറായി ഗ്രൂപ്പും. അപ്പോ ഈ നമ്മൾ പുറത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതൊരു കുന്നിന്റെ മുകളിലാണ് ഈ ഇത് സമ്മേളനം നടക്കുന്നത്. ആ കുന്നിന്റെ മുകളിൽ വെച്ചാണ് പണ്ട് വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ വെടിവെച്ചു കൊന്നിരിക്കുന്നത്. അപ്പൊ ആ മുകളിൽ വെച്ചിട്ട് മറ്റേ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഷാജഹാൻ എന്നോട്. ഈ വിഭാഗീയതയെ പറ്റിയാണ് ചോദ്യങ്ങൾ. ആ അതെ. അപ്പോ ഈ ഇത് കേട്ട് നിന്ന സഖാക്കള് എന്നെ ആക്രമിച്ചു. അത് വെറുതെ കാഷ്വലായിട്ട് സംസാരിച്ചോണ്ടിരിക്കുവാണോ അതോ? ഇല്ല, ലൈവ് പോവുകയാണ്. ഓ അത് ശരി, ലൈവ് പോവുകയാണ്. അപ്പോഴാണ് എന്റെ ഷർട്ടിന് വന്നിങ്ങനെ കുത്തിപ്പിടിച്ചത്. അപ്പൊ ദേശാഭിമാനിയിലെ അടുത്ത ദിവസം 1-ാം പേജില് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് തല്ല് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്, തല്ലൊന്നും കിട്ടിയില്ലായിരുന്നു, കുത്തിപ്പിടിച്ചതാണ്. അടുത്ത ദിവസം ഞാൻ ശ്രീരാമകൃഷ്ണനെ ഞാൻ ചായക്കടയിൽ കാണുന്നുണ്ട്. അപ്പൊ ശ്രീരാമകൃഷ്ണൻ DYFI നേതാവല്ലേ, ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു രാമചന്ദ്രനെ എങ്ങനെ ആക്രമിച്ച ആളുകളെ ഞങ്ങൾ കൈകാര്യം ചെയ്തു കേട്ടോ എന്നോട് പറയുകയും ചെയ്തു. അപ്പോ ഈ ആക്രമണങ്ങൾ എന്ന് പറഞ്ഞാൽ ആക്രമിച്ച് പരിചയമുള്ള ആളുകൾ സത്യത്തിൽ ഈ കേസുകാരല്ലല്ലോ, അല്ല, മറ്റേ CPM-കാരാണ്, എന്തും ചെയ്യുന്ന ആളുകളാണ്. അപ്പോ ഞാൻ അടുത്ത ദിവസം, കാരണം ഇത് ലൈവായിട്ട് TV-യിൽ വന്നല്ലോ, അപ്പൊ മറ്റു ചാനലുകളിലും എന്നെ വിളിക്കാൻ തുടങ്ങി. മറ്റു ചാനലുകളോടും ഞാൻ സംസാരിക്കാൻ തുടങ്ങി. കാരണം ഇപ്പോ ഈ പുത്തൻകൂറ്റ് കമ്മ്യൂണിസ്റ്റുകൾ ധാരാളം ഇതിൻ്റെ അകത്ത് പ്രത്യയശാസ്ത്ര പഠനമൊന്നുമില്ലാതെ വന്ന് ചേർന്നിട്ടുണ്ട്. അത്തരം ആളുകളാണ് അത് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് ഞാൻ കരുതുന്നതെന്നൊക്കെ ഞാൻ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.